എനിക്ക് കേക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായി തോന്നുന്ന കേക്കുകൾ സ്ക്വയർ കേക്കും റെക്റ്റാങ്കിൾ കേക്കും ഒക്കെയാണ്. അതിന് ഷാർപ്പ് എഡ്ജ് ആക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാധാരണ റൗണ്ട് കേക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുന്നതിലും കൂടുതൽ സമയമെടുക്കും. ഞാൻ സാധാരണ സ്ക്വയർ കേക്കൊക്കെ അതിൽ ക്രീം ചെയ്യാനായിട്ട് പൈപ്പിംഗ് ബാഗിൽ ക്രീം ചെയ്തിട്ടാണ് അതിനകത്തേക്ക് തേച്ച് അങ്ങനെയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ ഐസിങ് നൈഫ് വെച്ചിട്ട് തന്നെ ചെയ്തു. എന്താണെങ്കിലും എനിക്ക് പെട്ടെന്ന് തന്നെ അത്യാവശ്യം ഷാർപ്പ് എഡ്ജിൽ കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റി. സ്ക്വയർ കേക്കൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതുമായിട്ടൊരു വഴക്കം വരുമല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഷാർപ്പ് എഡ്ജ് ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണോ? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ കേക്കിന് എനിക്ക് ഓർഡർ ചെയ്തത് റിറ്റി ആയിരുന്നു. റിറ്റിയുടെ അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു. 1 kg വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു ഇതേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂട്ടുകാരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്.